നമസ്കാരം. ഇന്ത്യയെ സ്വന്തം ചൊൽപ്പടിക്ക് കിട്ടാത്തത് കൊണ്ട് പണ്ട് നാട്ടിൻപുറത്തെ ചൊല്ലുപോലെ വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മോദി ഇനി എന്തു കരാറിന്റെ പേരിലാണെങ്കിലും എന്തൊക്കെ വാഗ്ദാനങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞാലും സ്വന്തം രാജ്യത്തിനും ജനങ്ങൾക്കും ദോഷം വരുന്ന തരത്തിൽ യാതൊരു നിലപാടിനും ഇല്ല എന്ന കാര്യം പകൽ പോലെ വാസ്തവമാണ് മോദിയുടെ കാര്യത്തിൽ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ നിലത്ത് വീണത് 11 വിലയേറിയ യുദ്ധവിമാനങ്ങളാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നും 200% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന ഭീഷണിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതെന്നും ട്രംപ് ആവർത്തിച്ചു. ബോർഡ് ഓഫ് പീസിന്റെ യോഗത്തിലാണ് ട്രംപിന്റെ പുതിയ കണക്ക് നിരത്ത്. എന്നാൽ മേയിലുണ്ടായ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ പുറത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായിട്ടില്ല എന്നും ഇന്ത്യ ആവർത്തിച്ചു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് 80ലേറെ തവണയാണ് ട്രംപ് ഇതിനകം അവകാശപ്പെട്ടിരിക്കുന്നത്. ഓരോ തവണയും വെടിവെച്ചിട്ട യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകും. ഈ മാസം ആദ്യം ട്രംപ് പറഞ്ഞത് 10 യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന്. തുടക്കത്തിൽ 5 യുദ്ധവിമാനങ്ങളായിരുന്നു ട്രംപിന്റെ കണക്ക്. ഓഗസ്റ്റിൽ ഇത് 7ആയി വർദ്ധിച്ചു. നവംബറിൽ എത്തിയപ്പോൾ 8ഉം ഈ വർഷം ആദ്യം 10ഉം ഇപ്പോൾ 11മായി ഉയർന്നിട്ടുണ്ടെന്നത് മാത്രമാണ് ആകെയുള്ള വ്യത്യാസം. ബോർഡ് ഓഫ് പീസിന്റെ യോഗവും തന്റെ പ്രസംഗവുമെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേൾക്കുന്നുണ്ടെന്നും താൻ മോദിയുമായി സംസാരിച്ചിരുന്നുവെന്നും മോദി ഇത് കാണുന്നുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇന്ത്യ പാക് സംഘർഷം ഒരു ആണവ യുദ്ധമായി മാറിയേനെ എന്നും താൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അത് ഒഴിവായതെന്നും ട്രംപ് ആവർത്തിച്ചു. കഴിഞ്ഞ ഏപ്രിൽ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഷെല്ലാക്രമണം നടത്തി. തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളിലേക്ക് നിയന്ത്രിത ആക്രമണം നടത്തുകയായിരുന്നു. ഒടുവിൽ പാക് ചീഫ് ഓഫ് ഡിഫൻസ് ഇന്ത്യയെ സമീപിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുകയും വെടിനിർത്തൽ നിലവിൽ വരികയുമായിരുന്നു. സംഘർഷം അവസാനിച്ചതിൽ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ വീണ്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വിവാദം പുകയ്ക്കുകയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും കേന്ദ്രീകരിച്ചുള്ള അവകാശവാദം വെറും രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണോ എന്നത് വ്യക്തമാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നവ മാത്രമല്ല, ഇന്ത്യയുടെ സൈനിക ശേഷിയെയും നയതന്ത്ര ബലത്തെയും അപമാനിക്കുന്നതുമാണ്. ഇന്ത്യയുടെ സുരക്ഷാ നയം എന്നും സ്വതന്ത്രവും ഉത്തരവാദിത്വമുള്ളതുമാണ്. ഇന്ത്യ യുദ്ധം തുടങ്ങുന്ന രാജ്യമല്ല, പക്ഷേ ഭീഷണി നേരിടുമ്പോൾ ശക്തമായി മറുപടി നൽകുന്ന രാജ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധവും വിദേശ നയവും കൂടുതൽ ഉറച്ചതും സ്വാഭിമാനപൂർണവുമായ നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളാലോ സാമ്പത്തിക ഭീഷണികളാലോ ഇന്ത്യ തന്റെ ദേശീയ സുരക്ഷാ തീരുമാനങ്ങൾ മാറ്റുന്നില്ല എന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ സംഭവ വികാസങ്ങൾ തന്നെ തെളിയിക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള സ്വതന്ത്ര രാജ്യങ്ങളുടെ യുദ്ധ നിയന്ത്രണം ഒരു വിദേശ നേതാവിന്റെ സാമ്പത്തിക ഭീഷണിയാൽ നിയന്ത്രിക്കപ്പെടുമെന്ന് സൂചിപ്പിക്കുന്ന അഹങ്കാരമാണ്. ഇത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ പഴയ പോലീസ്മാൻ മനോഭാവത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. എന്നാൽ ഇന്നത്തെ ലോകം മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഒരു ഉയരുന്ന ആഗോള ശക്തിയാണ്. അതിന്റെ നയങ്ങൾ വാഷിംഗ്ടണിൽ നിന്നല്ല, ന്യൂഡൽഹിയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾ വീണുന്നുവെന്ന അവകാശവാദം പോലും തെളിവുകളില്ലാത്തതും അതിശയോക്തിയുമായിരിക്കും. സൈനിക സംഘർഷങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള അനൌദ്യോഗികവും പരിശോധനയില്ലാത്തതുമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഉത്തരവാദിത്വമില്ലാത്ത രാഷ്ട്രീയമാണ്. യുദ്ധം പോലുള്ള ഗുരുതര വിഷയങ്ങളെ സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായ ഉയർത്താൻ ഉപയോഗിക്കുന്നത് ഒരു ലോക നേതാവിന് ഒരിക്കലും യോജിച്ചതല്ല. ട്രംപ് പലപ്പോഴും സ്വന്തം ഭരണകാലത്തെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാൻ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നുവെന്ന വിമർശനം നേരത്തെ ഉയർന്നിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനോ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾ നേടാനോ ഉള്ള ശ്രമമായിരിക്കാം. പക്ഷേ ഇത്തരം വാക്കുകൾ ഇന്ത്യയിലെ ജനങ്ങൾ എളുപ്പത്തിൽ വിശ്വസിക്കില്ല. ഇന്ത്യയുടെ സൈനികർ അതിർത്തിയിൽ ജീവൻ പണയം വെച്ച് നിൽക്കുമ്പോൾ അവരുടെ ത്യാഗത്തെ ചെറുതാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ല. യുദ്ധം അവസാനിപ്പിച്ചത് ഒരു വിദേശ നേതാവിന്റെ ഭീഷണിയാണെന്ന വാദം ഇന്ത്യയുടെ സൈനിക നയതന്ത്ര സ്വയം പര്യാപ്തതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ മൂല്യം. തെളിവുകളില്ലാത്ത അവകാശവാദങ്ങളും സ്വയം പ്രശംസയും ആവർത്തിക്കുന്നത് ഒരു നേതാവിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യും. മറുവശത്ത് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്ഥിരതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. സംഘർഷം ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കാനും സമാധാനം സാധ്യമായാൽ സംഭാഷണത്തിന് മുൻഗണന നൽകാനും ഇന്ത്യ തയ്യാറാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ ശബ്ദം മാത്രമാണ്. യാഥാർത്ഥ്യം ഇന്ത്യയുടെ ശക്തിയും സ്വാഭിമാനവുമാണ്. ലോകം മാറുമ്പോൾ ഇന്ത്യയും ശക്തമായി മുന്നേറുകയാണ്. ഒരു വിദേശ നേതാവിന്റെ ഭീഷണിയാൽ വഴിമാറുന്ന രാജ്യമല്ല ഇന്ത്യ.
സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന, തന്റെ സുരക്ഷയും മാനവും കാത്തു സൂക്ഷിക്കുന്ന ശക്തമായ രാഷ്ട്രമാണത്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആ ദിശയിൽ തന്നെ ഉറച്ചു നിൽക്കും.